ഭ്രാന്ത് പിടിച്ച സ്ത്രീകൾക്ക് പലപ്പോഴും ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വരാറുണ്ട്. കാരണം അവർക്ക് ഭ്രാന്താണ്. സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് അവർക്ക് അണുബാധയുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഭ്രാന്ത് പിടിച്ചതുകൊണ്ട് അവരുടെ കാമം കുറയില്ല. അവർക്കൊരു വിവരവുമില്ല. അവർക്ക് ഭ്രാന്താണ്. ഒരു ദിവസം അവർ ഗർഭിണിയായതായി അറിയുന്നു. ആര് ചെയ്തുവെന്നോ, സമ്മതത്തോടെയാണോ എന്നോ, അത് ബലാത്സംഗമാണോ എന്ന് പോലുമോ അവർക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. കാരണം അവർക്ക് ഭ്രാന്താണ്. ഭ്രാന്തുണ്ടാകാം, പക്ഷേ കാമം പോകുന്നില്ല. കാരണം കാമത്തിന് ബോധവുമായി ഒരു ബന്ധവുമില്ല. അതിന് പ്രായവുമായും രാസവസ്തുക്കളുമായും ഹോർമോണുകളുമായും മാത്രമാണ് ബന്ധം. ഇതിൽ മറ്റൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട എന്തോ സംഭവിക്കുന്നുവെന്നാണ് നമുക്ക് തോന്നാറുള്ളത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നാറുള്ളത്. സ്നേഹത്തിന്റെ ആ നിമിഷം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ എന്തോ മാറ്റം സംഭവിച്ചു എന്ന് നമുക്ക് തോന്നും. നമ്മളെ വിഡ്ഢികളാക്കാൻ വേണ്ടി വിപണി സ്നേഹത്തിന് ഒരു വലിയ ഗുലാബി രൂപം അല്ലെങ്കിൽ വലിയ റൊമാൻറ്റിക് രൂപം നൽകിയിട്ടുണ്ട്. ഇത് ജീവിതത്തിലെ വളരെ പ്രത്യേകതയുള്ള ഒന്നാണെന്ന് നമ്മളെ വിശ്വസിപ്പിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ അതെന്താണെന്ന് നമ്മളോട് പറഞ്ഞു തന്നാൽ, റോസാപ്പൂ കടകൾ പൂട്ടും, പകുതിയോളം വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടും, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കടകളും കവികളുടെ പണിപ്പുരകളും പൂട്ടും.